നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താ നടക്കുന്നത് ഇതാണ് നോക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ എന്താ നടക്കുന്നത് അതാണ് നോക്കുന്നത്. അപ്പോൾ 3 കളേഴ്സ് എടുത്തിട്ടുള്ള ബ്രൗൺ, പിങ്ക്, റെഡ്. ബ്രൗൺ, പിങ്ക്, റെഡ് കേട്ടോ. ഈ 3 കളേഴ്സ് എടുത്തിട്ടില്ല. അപ്പം ഞാൻ നിങ്ങളുടെ ഓവറോൾ എനർജി നോക്കും, അവരുടെ ഓവറോൾ എനർജി നോക്കും. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾക്ക് അവരോട് ഇപ്പോഴുള്ള ഫീലിങ്സ് എന്താണ്, അവർക്ക് നിങ്ങളോട് ഇപ്പോഴുള്ള ഫീലിങ്സ് എന്താണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അടുത്ത ചോദ്യം ചോദിക്കാം കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് നടക്കുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത് റെഡിൻ്റെ റീഡിംഗ് ആണ്. അപ്പോൾ റെഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആദ്യം എടുക്കാം. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ മുമ്പോട്ട് പോവുക. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താണ് നടക്കുന്നത്. ബ്ലെസ്സിങ്സ് ഓഫ് ശിവ. ഗുഡ് ഫോർച്യൂൺ. ഗുഡ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ നല്ല കാലം വരാൻ പോകുന്നു. May the benevolent blessings of Lord Shiva continually illuminate your path. You are regarded as a cherished child of the divine deity, bestowed with his divine grace. എന്നുവെച്ചാൽ നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ട ആളാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പിച്ച് നിർത്തുക, പ്രാർത്ഥന മുടക്കരുത് കേട്ടോ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മുകളിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഗുഡ് ഫോർച്യൂൺ, നല്ല സമയം നിങ്ങൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത്, പെട്ടെന്ന് തന്നെ കേട്ടോ. നല്ല സമയം വരുന്നത് അത് എപ്പോഴാണ് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നല്ല സമയം വരും, നമ്മൾ വിചാരിക്കുമ്പോൾ നല്ല സമയം വരും. എന്നുവെച്ചാൽ നമ്മൾ നല്ല സമയം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതുപോലെ ഇരിക്കും നല്ല സമയം. മനസ്സിലാവുണ്ടോ? നല്ല സമയം എന്ന് ചിലർക്ക് പൈസ, എനിക്ക് ലോട്ടറി അടിക്കണം, അത് നല്ല സമയം. ചിലർക്ക് റിലേഷൻഷിപ്പിലെ ആൾ തിരിച്ചു വരണം, അത് നല്ല സമയം. അപ്പം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ സിറ്റുവേഷൻസ് ആണ് വരാൻ പോകുന്നത് കേട്ടോ. പലർക്കും പലതാണ് നല്ല സമയം. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള സിറ്റുവേഷൻ്റെ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗുഡ് ഫോർച്യൂൺ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ പോകുന്നു. ആരെങ്കിലും നോ കോൺടാക്റ്റിലുണ്ടെങ്കിൽ അപ്പോൾ അത് തിരിച്ചു വരാൻ പോകുന്നു. ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഗുഡ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. റിലേഷൻഷിപ്പിൽ എന്താണെന്നാണ്. നോ കോൺടാക്റ്റ് ആണെങ്കിലും സെപ്പറേറ്റഡ് ആണെങ്കിലും എല്ലാം ഇപ്പോൾ നിങ്ങൾ ആ പേഴ്സണെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോഴും ആ പേഴ്സണായിട്ട് റിലേഷൻഷിപ്പിലാണെന്ന് അർത്ഥം കേട്ടോ. കൂടെ താമസിക്കണം എന്നില്ല, മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ അത് റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നിങ്ങളുടെ ഓവറോൾ എനർജി 2 കാർഡാണ് വന്നത്, രണ്ടും റിവേഴ്സാണ് വന്നത്. നിങ്ങൾ പഴയ പോലെ തന്നെ റിലേഷൻഷിപ്പ് വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. 8 ഓഫ് കപ്സ് റിവേഴ്സ്, 5 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ്. നേരെ വന്നു കഴിഞ്ഞാൽ രണ്ടും, ഇത് ഒരു റിലേഷൻഷിപ്പിലേക്ക് റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോവുക, ഇത് അബാൻഡൻമെൻറ്റ്. പക്ഷെ നിങ്ങൾ ഇത് റിലേഷൻഷിപ്പ് വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എപ്പോഴും ആ റിലേഷൻഷിപ്പിൽ തന്നെ തങ്ങി നിൽക്കുകയാണ്. 9 ഓഫ് പെൻറ്റക്കിൾസ്. ചിലപ്പോൾ നിങ്ങളൊരു സിംഗിൾ എനർജി ആയിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആവാം നിങ്ങൾ കുറച്ച് മെച്ചുവേർഡായ ആളാണെങ്കിലും സിംഗിൾ എനർജിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്ത് വേറെ ആൾക്കാരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് പ്രൊപ്പോസൽസ് ഒക്കെ വരുന്നെങ്കിൽ നിങ്ങൾ അതിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഉണ്ട്, നിങ്ങളെ സ്വീകരിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ റെഡിയാണ്, പക്ഷെ നിങ്ങൾ അതിനൊന്നും പോകുന്നില്ല. പിന്നെ സൺ കാർഡ് ഹാപ്പിനെസ് ആണ് പറയുന്നത്. എംപറർ, ആളിത്തിരി അതോറിറ്റി ഉള്ള ആളാണെങ്കിലും ഇത്തിരി ഷാഠ്യമുള്ള അഹങ്കാരിയായ ഒരാളാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ആ പേഴ്സണായിട്ട് ഹാപ്പിയാണ്, അത്രയേ ഉള്ളൂ. ആ പേഴ്സണെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ, ആ പേഴ്സണിനെ കൂടെ മാത്രമേ ഞാൻ റിലേഷൻഷിപ്പ് വയ്ക്കുകയുള്ളൂ എന്ന് മനസ്സിൽ നിരൂപിച്ച് വെച്ചേക്കുന്ന ഒരാൾ. ഓക്കെ, അതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഞാനിനി കാർഡ്സ് എടുക്കുകയല്ല, ഞാനിങ്ങനെ ആക്കിയിട്ട് കാർഡ്സ് വീഴ്ത്താൻ നോക്കുന്നില്ല, കാരണം കുറേ കാർഡ് വീഴും. ഞാൻ ഇങ്ങനെ കാർഡ് എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ
നമുക്കൊരു 2 കാർഡ് വെച്ച് എടുക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി കിങ് ഓഫ് കപ്സ് ആണ്. ഇമോഷണലി വളരെ സ്റ്റേബിൾ ആയ ഒരാളാണ്, പക്ഷെ പ്ലാൻ ഒന്നും എടുത്തിട്ടില്ല. പേഴ്സണൽ ഗോൾസ്, എന്താ പറയുക, ഈ പേഴ്സണ് കുറച്ച് പേടിയുണ്ട്. ചില കാര്യങ്ങൾ തുടങ്ങാനൊക്കെ ഈ പേഴ്സണ് ഭയങ്കര പേടിയുണ്ട്. അത് ചിലപ്പോൾ സൊസൈറ്റിയെ പേടിയായിരിക്കാം, വീട്ടുകാരെ പേടിയായിരിക്കാം, സ്വയം ഉള്ളിലുള്ളൊരു പേടിയായിരിക്കും, ഞാൻ സക്സസ്ഫുൾ ആകുമോ എന്നൊരു പേടിയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലർ ഓക്കെ എന്താ ഒന്നും വിട്ട് പറയാതെ അവിടെ ഇവിടെയും തൊടാതെ നടക്കുന്ന ആൾക്കാരില്ലേ, അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഉള്ളിൽ എന്താ നടക്കുന്നത് കണ്ടുപിടിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചില സമയത്ത് കിങ് ഓഫ് വോൺസിൻ്റെ സ്വഭാവം കാണിക്കും. കിങ് ഓഫ് വോൺസ് പറഞ്ഞാൽ ഭയങ്കര സെൽഫിഷ് ആയ ഒരു എനർജി. 2 തരം സ്വഭാവമുണ്ട്. ചില സമയത്ത് ഭയങ്കര പാവമാണ്, ഭയങ്കര സപ്പോർട്ടീവാണ്. ചില സമയത്ത് ഈ പേഴ്സൺ അതുപോലെ തന്നെ സെൽഫിഷാണ് താനും. 2 സ്വഭാവമുണ്ട്. പാവങ്ങളായ ആക്ഷൻ എടുക്കാണ്ടിരിക്കുമ്പോൾ ശുദ്ധൻ ദുഷ്ടൻ്റെ ഗുണം ചെയ്യും. എല്ലാവരും പറയും ഓ പാവമാണ് പുള്ളി, പക്ഷേ ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ അതൊരു ദുഷ്ടത്തരമാണ് അല്ലേ. ആ പേഴ്സൻ്റെ സ്വാർത്ഥതയ്ക്കൊണ്ട് ആ പേഴ്സൺ ആക്ഷൻ എടുക്കാതിരിക്കുമ്പോൾ അതിനകത്ത് പെട്ട് കിടക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഒരു ഹാർട്ട് ബ്രേക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ സ്വഭാവം കാരണം ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ പേഴ്സൺ ഹാപ്പി അല്ല, അപ്പം നിങ്ങളിൽ നിന്ന് അകന്നാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു ആക്ഷൻ എടുക്കാനുള്ള ധൈര്യമില്ല. കാരണം ചിലപ്പോൾ ഇത് സക്സസ്ഫുൾ ആകില്ല എന്ന് പേടിയുണ്ടാവാം. അതല്ലെങ്കിൽ ആൾക്കാരെന്ത് പറയും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും എന്നൊരു ടെൻഷൻ ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഒരു പ്ലാനിങ് ഇല്ല, ഒരു അവിടെ ഇവിടെയും തൊടാതെ ഒരു ഡിസിഷൻ എടുക്കുന്നില്ല ഈ പേഴ്സൺ. അപ്പോൾ ഒരു ടവർ മൊമെൻറ്റ് ഈ പേഴ്സൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. മെജീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ പേഴ്സൺ വരുത്തി വെച്ച ടവർ മൊമെൻ്റ് ആണ്. നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം, ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാതിരുന്നത് കൊണ്ടുള്ള സെപ്പറേഷൻ. അപ്പോൾ ഇവിടെ ഈ പേഴ്സണ് ധൈര്യക്കുറവാണ്. ഈ പേഴ്സൺ ശരിക്കും വിചാരിച്ച പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു കാര്യം ചെയ്യുന്നില്ല ഈ പേഴ്സൺ, ഒരു ആക്ഷനും എടുക്കാതിരിക്കുകയാണ്. ഇതാണ് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി. മജിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് മാനിപ്പുലേറ്റീവ് ആണ്, മനസ്സിലായോ. അയ്യോ ഭയങ്കര സ്നേഹമാണെന്നൊക്കെ കാണിക്കുകയും ചെയ്യും, പക്ഷെ അതുകൊണ്ടൊരു ഗുണമില്ലാത്ത സിറ്റുവേഷൻ. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? കുറച്ചധികം ചോദ്യങ്ങളുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ 2 കാർഡ് വെച്ചെടുക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ ഈ റിലേഷൻഷിപ്പ്, അയ്യോ ഇത്രയും സ്നേഹം, ഞാൻ ഇത്രയും സ്നേഹം കൊടുത്തിട്ടും നിങ്ങൾ ഒരിക്കലും റിലേഷൻഷിപ്പ് ഇങ്ങനെ സെപ്പറേറ്റഡ് ആവുമെന്ന് വിചാരിച്ചില്ല. ഇതൊരു 10 ഓഫ് സ്വർഡ്സ് ആണ്. റിലേഷൻഷിപ്പ് പോയി എന്ന് തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്, മനസ്സിലായോ. വളരെ സ്നേഹമുള്ള ഒരു റിലേഷൻഷിപ്പാണ്, പക്ഷെ അത് അവസാനിച്ചു എന്നൊരു ടെൻഷൻ നിങ്ങൾക്കുണ്ട്. കണ്ടോ, 2 ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന 2 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ വളരെ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള, ഇനി എനിക്ക് ഇതുപോലൊരു റിലേഷൻഷിപ്പ് വരില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ തിരിച്ചു വരാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും മനസ്സിൽ ഈ റിലേഷൻഷിപ്പ് കഴിഞ്ഞു, ഇത് തീർന്നു പോയി, ചിലപ്പോൾ വേറെ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവാം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് മനസ്സിൽ. രണ്ടാമത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ റിലേഷൻഷിപ്പ് തുടരണമെന്ന് തന്നെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഫീലിംഗ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? കിങ് ഓഫ് വോൺസ് റിവേഴ്സ് ആണ്. കിങ് ഓഫ് വോൺസ് റിവേഴ്സും 7 ഓഫ് വോൺസ് റിവേഴ്സും ആണ്. ഇപ്പോൾ ഈ പേഴ്സൺ അത്ര അങ്ങോട്ട് ഇങ്ങനെ ഓവറോൾ എനർജിയിൽ ഈ പേഴ്സൺ ബാക്ക് ഔട്ട് ചെയ്ത് നിൽക്കുകയാണ്, ആക്ഷൻ ഒന്നും എടുക്കുന്നില്ലെങ്കിലും ഈ പേഴ്സൺ ഇനിയിപ്പോൾ ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കിങ് ഓഫ് വോൺസ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പൾസീവ് ആക്ഷൻ. ചില സമയത്ത് ഭയങ്കര ക്രൂവലായിട്ട് പെരുമാറുന്ന ഒരാളാണ്. എക്സ്പെക്റ്റേഷൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ഡിഫെൻസീവ് ആയിട്ടിരിക്കുന്ന ആൾ, പക്ഷെ ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു പോലെ ഉണ്ട്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം എന്നൊരു എത്തും പിടിയില്ലാതിരിക്കുകയാണ്. ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നൊരു ഇതുണ്ട്. പക്ഷേ ഒരു ഡിഫെൻസീവ് ആകുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ആരെങ്കിലും മുങ്ങി താഴാൻ പോകുമ്പോൾ നമ്മൾ കയറി പിടിച്ചാൽ അവർ നമ്മളെ കൊണ്ട് മുങ്ങാൻ പോകും. അതുപോലത്തെ ഒരു സ്വഭാവമാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ കേട്ടോ. എന്ന് വെച്ചാൽ രക്ഷപ്പെടാനുള്ള ത്വരയിൽ മറ്റേ ആളെ കൂടെ വലിച്ചു താഴ്ത്തും, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ചിലത് അങ്ങനത്തെ നാച്ചുറലാണ് ഈ പേഴ്സണിൻ്റെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പോൾ ഇവിടെ 9 ഓഫ് വോൺസ്, ഈ കിങ് ഓഫ് വോൺസിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 9 ഓഫ് വോൺസും 6 ഓഫ് കപ്സുമാണ്. ഇത് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കണം എന്നുണ്ടെങ്കിലും കുറിച്ചുള്ള ഓർമ്മകൾ ഈ പേഴ്സൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ തന്നെ ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ. എന്നാലും ആക്ഷൻ എടുക്കാൻ മടിയുള്ള ഒരാളാണ്. അപ്പോൾ 7 ഓഫ് വോൺസിൻ്റെ ക്ലാരിഫൈ ചെയ്യുന്നത് 6 ഓഫ് വോൺസും ടെമ്പറൻസും ആണ്. ഇവിടെ ഒരു ബാലൻസ് കൊണ്ടുവരണം സിറ്റുവേഷനിൽ. അതുപോലെ തന്നെ ഇവിടെ ഒരു വിക്ടറി വേണം, നിങ്ങളെ തിരിച്ച് വേണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് കേട്ടോ.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള കറണ്ട് ഫീലിങ്സ്, നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? മജിഷ്യൻ റിവേഴ്സാണ് വന്നിരിക്കുന്നത്. കുറച്ചൊരു മാനിപ്പുലേറ്റ്, വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യും ഞാൻ. എന്നുവെച്ചാൽ ഈ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ ചില സമയത്ത് ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ വിളിപ്പിക്കും. പനിയാണ്, വയ്യ, ഭയങ്കര സങ്കടത്തിലാണ്, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, അമ്മയെ കൊണ്ട് വിളിപ്പിക്കുക, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും എന്ന് നിങ്ങൾക്കൊരു ചിന്തയുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ വളഞ്ഞ വഴിയെങ്കിൽ വളഞ്ഞ വഴി ഞാൻ അതും യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പേഴ്സൺ 8 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇവിടെ മാനിപ്പുലേഷൻ ഇത് കാണിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സും എംപ്രസ്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് വേണം. ഈ പേഴ്സൺ കുറച്ചൊരു എന്താ പറയുക, റൊമാൻറ്റിക് ആണ്, ഭയങ്കര പെട്ടെന്നൊരു എന്താ പറയുക തീരുമാനം എടുക്കാൻ പറ്റാത്ത ആളാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. എന്നാലും ഈ പേഴ്സണെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എംപ്രസ്. അപ്പോൾ ഈ പേഴ്സൻ്റെ അമ്മ കാരണമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ട്. അമ്മയാണ് ഈ സിറ്റുവേഷൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു സംശയമുണ്ട്. അവരാണ് ഈ പേഴ്സണെ കൊണ്ട് നിങ്ങളെ റിലേഷൻഷിപ്പിലേക്ക് വരുത്താതിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏസ് ഓഫ് കപ്സ്, നിങ്ങൾ എന്തായാലും ആ പേഴ്സണെ സ്നേഹിക്കാൻ തന്നെയാണ് പ്ലാൻ. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പേഴ്സണെ, ഇതിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കാത്ത, അയ്യോ, ഈ പേഴ്സൺ 24 മണിക്കൂറും നിങ്ങളെക്കുറിച്ചാണ് ഓർക്കുന്നത്. രാത്രിയില്ല, പകലില്ല, ഒന്നുമില്ല, ഉറക്കമില്ല, ഭയങ്കര ആങ്സൈറ്റിയാണ്. അപ്പോൾ ആദ്യം ഒരു മൂച്ചിനങ്ങോട്ട് ഓക്കെ നോ കോൺടാക്റ്റിലേക്ക് പോയതായിരിക്കും. പക്ഷേ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്ന പേഴ്സൺ വിചാരിച്ചില്ല. മനസ്സിലായി? ഇത് 8 ഓഫ് സ്വേർഡ്സും 9 ഓഫ് സ്വേർഡ്സും ആണ്. ഒരു പടി മുമ്പിലാണ്. നെഗറ്റീവ് തോട്ട്സും ഭയങ്കരമായിട്ട് ആലോചിച്ച് കൂട്ടുകയാണ്. അപ്പോൾ സ്ട്രെങ്ത് സംഭരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ ഇത് ഒഴിവാക്കണം, എനിക്ക് വേണ്ട, ഞാനിത് നിർത്താൻ പോവാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല. നിങ്ങൾ ഈ പേഴ്സൻ്റെ മനസ്സിൽ കുടിൽ കെട്ടി താമസിക്കുകയാണ്. കുടികിടപ്പ് അവകാശം ആ ഒരു സിറ്റുവേഷൻ കണ്ടറിയാലോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ താമസിക്കുകയാണ്. ഈ പേഴ്സൺ ഒരു രക്ഷയില്ല, നിങ്ങളെ മറക്കാൻ പറ്റില്ല. ഭയങ്കര ആങ്സൈറ്റിയാണ്. നോക്ക്, ആക്ഷനൊന്നും എടുക്കുന്നില്ലെങ്കിൽ ഈ പേഴ്സൺ പുറമേ ആരോടും പറയുന്നില്ലെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ടെൻഷനാണ് ഈ പേഴ്സണ് കേട്ടോ. നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങളോട് ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. അപ്പോൾ ധൈര്യം സംഭരിക്കാൻ പറ്റുന്നില്ല, അതാണ് ഒരു പ്രശ്നം. ചിലപ്പോൾ അമ്മയ്ക്കെതിരായിട്ട് പോകാൻ പറ്റില്ലായിരിക്കാം. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോയാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാരെ ഈ പേഴ്സൺ ഇഷ്ടമല്ലായിരിക്കും, ഈ പേഴ്സൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരിക്കും. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടിയാണ് നിങ്ങളുടെ ജീവിതം കുളമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്? നമുക്ക് നോക്കാം. നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്? നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കുക? നിങ്ങളൊരു ആക്ഷൻ എടുക്കാൻ പ്ലാനില്ല. ഓക്കെ, ഒരു ടവർ. നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുത്താൽ അതൊരു വലിയ ആഘാതമാകും, അത് വലിയൊരു വഴക്കിലേക്ക് പോകും എന്ന് നിങ്ങൾക്ക് പേടിയുള്ളത് കൊണ്ടാണ് നിങ്ങൾ കയ്യും കെട്ടി വെറുതെ ഇരിക്കുകയാണ്. ആഗ്രഹം, സ്നേഹമുണ്ട്, പേഴ്സണെ കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങൾ, പക്ഷെ ഒരു ആക്ഷനും എടുക്കില്ല. പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ കാട് കയറുന്നുണ്ട്, പക്ഷെ ഒരു ആക്ഷനും എടുക്കില്ല. ടവർ കാണിക്കുന്നുണ്ട്. ടവറിൽ ഓക്കെ, നിങ്ങൾ ആക്ഷൻ എടുത്താൽ ഇവിടെ ഒരു ടവർ മൊമെൻ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഈ ഇത് കെട്ടിപ്പൊക്കിയ എന്താ പറയുക, ഈ ജീവിതം ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴത്തേക്ക് വീഴും. നിങ്ങൾക്കൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കാത്തത് കേട്ടോ. ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? ആർട്ടൊക്കെ കൂടെ ഒട്ടും ചോദിച്ചത് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഭയങ്കര ആങ്സൈറ്റിയാണ് ഈ പേഴ്സണ്. കാർഡ്സൊക്കെ വലിച്ചെറിഞ്ഞു. ഓക്കെ, ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? എംപ്രസ് റിവേഴ്സാണ്. അമ്മയെ ഓക്കെ ഇവിടെ ഈ സ്നേഹമാണ് ജയിക്കാൻ പോകുന്നത്. ഇവിടെ ലവേഴ്സ് കാണിക്കുന്നുണ്ട്, അപ്രൈറ്റാണ്. എംപ്രസ് റിവേഴ്സാണ്. അപ്പോൾ അമ്മയാണ് ഇതിന് തടസ്സമെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾ അന്വേഷിച്ച് വരും, അമ്മയെ എതിർക്കാൻ തുടങ്ങും. കാരണം ഒരു പരിധി വരെ അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷേ അമ്മ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരു ബ്ലോക്കാണ് ഈ അമ്മ എന്ന് പറഞ്ഞ ആൾ. മനസ്സിലായി? അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷെ അമ്മ കാരണം ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ 3 സ്ത്രീകളെ കാണിക്കുന്നുണ്ട്. എംപ്രസ് ഉണ്ട്, ക്വീൻ ഓഫ് സ്വേർഡ്സ് ഉണ്ട്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. ഇവിടെ ചേച്ചിമാരൊക്കെ ഉണ്ടോ ഈ പേഴ്സണ്? അതോ ചേട്ടത്തിമാരാണോ? അറിയില്ല. അതോ ചേച്ചിമാർ അല്ലെങ്കിൽ ബ്രദറിൻ്റെ വൈഫ് അല്ലെങ്കിൽ സ്വന്തം സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അവരൊക്കെ പാര വയ്ക്കുന്നുണ്ട് ഇവിടെ കേട്ടോ.
വരാതിരിക്കാൻ ഇവരെല്ലാവരും കൂടിയിട്ടാണ് പാര വയ്ക്കുന്നത്. അപ്പം അതല്ലെങ്കിൽ അമ്മയെ ഇവരെല്ലാം ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്തിട്ട് അമ്മയെ എതിർക്കും. അതാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ ആ പേഴ്സൻ്റെ സിസ്റ്റേഴ്സിനോട് സംസാരിച്ചിട്ട്, മനസ്സിലായോ? ഇവിടെ 2 ലേഡീസിനെ കാണിക്കുന്നുണ്ട്. അമ്മയുടെ കാർഡ് റിവേഴ്സാണ്. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, മാരീഡ് ആയ ഫ്രണ്ട്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ സിസ്റ്റേഴ്സ് ആയിരിക്കാം, ഇത് ചേട്ടത്തിമാരോ ചേച്ചിമാരോ ആരൊക്കെയോ. അവരോടൊക്കെ സംസാരിച്ച് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഈ അമ്മയെ എതിർക്കാൻ പോവുകയാണ്. എതിർക്കാന്ന് പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്യാനല്ല, പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരാനാണ്, നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ്. കണ്ടത് മാരേജ്. അപ്പോൾ ഇത് മാരേജ് ആവാത്തൊരു സിറ്റുവേഷനാണ്. നിങ്ങൾ മാരീഡ് അല്ല, നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ, പക്ഷേ അത് ഇതുവരെ നടന്നിട്ടില്ല. ഫാമിലിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അകന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പേഴ്സൺ പ്രപ്പോസ് ചെയ്യും നിങ്ങളോട്. നോക്ക്, 4 ഓഫ് വാൻഡ്സും ലവേഴ്സും എല്ലാമാണ് വന്നേക്കുന്നത്. എങ്ങനെയെങ്കിലും അമ്മയെ മാനിപ്പുലേറ്റ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെ തന്നെ ഈ പേഴ്സൺ വിവാഹം കഴിക്കും കേട്ടോ. ആ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ, ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങളോട് പ്രപ്പോസ് ചെയ്യും. ഇതൊരു നല്ലൊരു റീഡിംഗ് ആണ്. അതുകൊണ്ടാണ് ഗുഡ് ഫോർച്യൂൺ കണ്ടത് ഇവിടെ. ഓ, നല്ലൊരു റീഡിംഗ് ആയിരുന്നു. കൊള്ളാം. താങ്ക് യു യോനി. അപ്പോൾ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Taurus, Libra, Cancer, Pisces, Scorpio, Gemini, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Leo, Aries, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Scorpio, Pisces, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Taurus, Libra, Aquarius, Libra, Gemini, Leo, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Scorpio, Aries, Leo, Sagittarius, Gemini, Sagittarius, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് കണ്ടത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. എത്ര മിനിറ്റ് ആയെന്ന് നോക്കിയതാണ്. കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും സമയമൊന്നും പ്രശ്നമില്ല. അപ്പോൾ റെഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് നമ്മൾ കഴിഞ്ഞത്. ഇപ്പോൾ ഇനി ഞാൻ പോകുന്നത് ബ്രൗൺ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് കേട്ടോ. അപ്പോൾ ബ്രൗൺ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാൻ ഒരു കാർഡാണ് പിന്നെ മഹാശിവരാത്രി, ലവ് ആൻഡ് ഹാർമണി അവൈറ്റ്. അപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ലവ് ആൻഡ് ഹാർമണൈസേഷൻ ഓഫ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ സോൾമേറ്റ്. അപ്പോൾ സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള ആൾ നിങ്ങളുടെ സോൾമേറ്റ് ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ ഈ റിലേഷൻ, അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഹാർമണിയായിട്ട് നിങ്ങൾ സൊരുമയോടെ പോകും മുമ്പോട്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓവറോൾ നിങ്ങൾ രണ്ടുപേരുടെയും ഓവറോൾ എനർജി നമുക്ക് തുടങ്ങാം റീഡിങ്. അപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ആകും. ഇപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ, ഇതല്ല നിങ്ങളുടെ സോൾമേറ്റ് എങ്കിൽ, നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്നും കൂടിയാണ് പറയുന്നത് കേട്ടോ. ഇനി ഇതിപ്പോൾ സോൾമേറ്റ് ആണെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങളെല്ലാം മാറും. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഓവറോൾ എനർജിയാണ് നോക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ളല്ല, നിങ്ങൾ ഓരോരുത്തരുടെയും ഓവറോൾ എനർജി, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? അടിപിടി ബഹളം, പിന്നെ ഒരു നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടമല്ലേ?
അതാണ് കാണിക്കുന്നത്. ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യുന്നു. ഞാൻ കൊള്ളൂല, ഞാൻ ഭയങ്കര സാധനമാണ്, എനിക്ക് തന്നെ അറിയാം, ഞാൻ എല്ലാവരോടും വഴക്കിടുമാണ് ചെയ്യണം. പക്ഷെ നിങ്ങൾ അത് തന്നെ ചെയ്യുന്നു. ഭയങ്കര ബഹളമാണ് നിങ്ങളുടെ എനർജിയിൽ. മനസ്സിലായോ? നിങ്ങൾ എല്ലാവരോടും വഴക്കുണ്ടാക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടാണോ, കുറ്റബോധം കൊണ്ടാണോ? എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരോടും വഴക്കിടുന്നത്? എല്ലാവരോടും ചാടിക്കടിച്ച് വർത്താനം പറയുന്ന ഒരാളാണിത്. എന്താണ് അങ്ങനെ നിങ്ങളുടെ എനർജി കാണിക്കുന്നത്? നിങ്ങളാവാം, നിങ്ങളുടെ പേഴ്സൺ ആവാം. എന്താ പറയുക, എനർജീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞും വരും. പക്ഷെ ഇത് നിങ്ങളുടെ എനർജി ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്തോ ഒരു സ്പൈ കാണിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിന് തന്നെ ആയിരിക്കാം സ്പൈ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം കണ്ടുപിടിക്കാനുള്ള ഒരു ഇതിലാണ്. അപ്പോൾ നിങ്ങൾ ആരെയോ സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ വിജയം വേണം. അത് പറയില്ലേ, ചില ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്, ഭർത്താവിന് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട് മാഡം എന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്യും. ആദ്യത്തെ റീഡിങ്ങിൽ ഇല്ലയെന്ന് കാണും, രണ്ടാമത്തെ റീഡിങ് പിന്നെ എന്നാലും എനിക്ക് സംശയമുണ്ട്. അപ്പോൾ റീഡിങ്ങിനേക്കാളും വിശ്വാസം അവർക്ക് അവരുടെ ഇതാണ്, മനസ്സിലാവണ്ടോ? എന്നിട്ട് പിന്നെയും ഇപ്പോൾ ഒരു കുറേ റീഡിങ് കഴിയുമ്പോൾ അവർക്ക് തന്നെ മതിയാവും, അവർ നിർത്തി പോകാറുണ്ട്. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ, സംശയമില്ല, നമ്മൾ സംശയ നിവാരണത്തിനാണ് റീഡിങ് എടുക്കുന്നത്. സംശയ നിവാരണം റീഡിങ്ങിൽ സംശയം ഇല്ല, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ സംശയം കിടക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ഇൻറ്റ്യൂഷൻ ആവാൻ വഴിയില്ല. നമ്മൾക്ക് എന്താ പറയുക, നമ്മളുടെ ഉള്ളിലുള്ള ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നാറ്, അറിയില്ല. എന്തായാലും ഇവിടെ ഒരു ഡെവൽ എനർജി, മെറ്റീരിയലിസ്റ്റിക് എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആയിട്ട് ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മളെ ഭർത്താവിനെ സംശയിക്കുന്നത്, ചിലപ്പോൾ കാര്യമില്ലാതെ ആയിരിക്കാം, ഒന്നും ഇല്ലായിരിക്കും, നമുക്ക് തോന്നല് നമ്മൾ സംശയിക്കുന്നത്. രണ്ടാമത്തത്, അത് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അറിയാതിരിക്കുന്നിടത്തോളം കാലം പ്രശ്നമില്ല, അറിഞ്ഞ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ റിലേഷൻഷിപ്പിൽ തുടരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഡിവോഴ്സായി, അകന്നുനിപ്പായി, വഴക്കായി, ബഹളമായി, സങ്കടമായി, കരച്ചിലായി, മനസ്സിലായി? ആ ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ കാണിക്കുന്നത്. എന്ത് വന്നാലും എനിക്കിത് കണ്ടുപിടിക്കണം, എനിക്കിതിൽ വിജയം വേണം എന്ന് വിചാരിക്കുന്ന ഒരാൾ. അപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണോ നിങ്ങൾ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സണെയാണോ നിങ്ങൾ സ്പൈ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? കരയാൻ വേണ്ടിയിട്ടാണോ? അവസാനം അറിയില്ല. അങ്ങനെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ഇത് പഴഞ്ചൊല്ലുണ്ട്, എന്താണ്, ചേട്ടൻ മരിച്ചാലും കുഴപ്പമില്ല, സഹോദരൻ മരിച്ചാലും കുഴപ്പമില്ല, നാത്തൂൻ്റെ കണ്ണീര് കാണണം എന്ന് പറയില്ല. ആ ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. എന്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്? 2 കാർഡാണ് വീണത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ, അയ്യോ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ഈ പേഴ്സൺ ഒരു ഗിഫ്റ്റൊക്കെ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോട് സ്വരുമയോടെ പോകാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഈ കാർഡിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ പേഴ്സണെ കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് വളരെ ഫെമിലിയർ ആയ ആളാണ്. ചിലപ്പോൾ നിങ്ങളൊപ്പം പഠിച്ച് വളർന്ന 2 പേരായിരിക്കാം, കോളേജിലൊക്കെ ഒപ്പം പഠിച്ച് അങ്ങനെ പഠിക്കുന്ന സമയത്ത് പ്രപ്പോസ് ചെയ്ത് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് പോയതാണോ? വളരെ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഹാപ്പി മെമ്മറീസ് ആണ് ഈ പേഴ്സൺ ഓർക്കുന്നത്. നിങ്ങളെ ഓർത്ത് ഓരോ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ട് ഈ പേഴ്സൺ. നൊസ്റ്റാൾജിക് ആയിട്ടാണ് നിങ്ങളെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണോ, അതോ ബഹളം ഉണ്ടാക്കുന്നുണ്ട്? 2 പേരും അടിയുണ്ട്, നിങ്ങൾ അടി ഉണ്ടാക്കുന്നുണ്ട്. ഈ പേഴ്സൺ പക്ഷേ ക്ഷമിക്കുന്നുണ്ട് നിങ്ങളോട്. ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാൻ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ഈ പേഴ്സൺ വിട്ടു പോകുന്നില്ല നിങ്ങളെ. അത് നിങ്ങൾക്കൊരു അതിശയമായിട്ട് തോന്നുന്നുണ്ടോ? അറിയില്ല, എനിക്കറിയില്ല ഇതെന്താ പരിപാടിയാണ്. എന്തായാലും 6 ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന 4 ഓഫ് കപ്സ് പാസ്റ്റ്. ഈ പേഴ്സൺ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, മനസ്സിലാവണ്ടോ? 9 ഓഫ് കപ്സ്, നിങ്ങളാണ് ഈ പേഴ്സൻ്റെ 9 ഓഫ് കപ്സ്. വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങൾ. അതുപോലെ തന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾസ്. പേജ് ഓഫ് പെൻറ്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യുന്ന മദർ ഓഫ് സ്പോർട്സ്. മദർ ഓഫ് സ്പോർട്സ് പറഞ്ഞാൽ ഹെഡ് ഓഫ്, ഹൃദയം കൊണ്ട് ചിന്തിക്കാതെ തല കൊണ്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സൺ കുറച്ച് സീക്രട്സ് ഒക്കെ മനസ്സിൽ വെക്കുന്നുണ്ട് കേട്ടോ. ചില കാര്യങ്ങൾ തുറന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഈ പേഴ്സണ് പിടുത്തം കിട്ടുന്നില്ല, അതാണ് തോന്നുന്നത്. അപ്പോൾ വളരെ ശുദ്ധനായ അല്ലെങ്കിൽ ശുദ്ധയായ ഒരു എനർജിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നിങ്ങൾ ചെയ്യുന്ന പരിപാടിയൊന്നും ഈ പേഴ്സൺ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഈ പേഴ്സൻ്റെ ലൈഫിൽ ഒരു അമ്മ, മദർ ഓഫ് സ്പോർട്സ്, ക്വീൻ ഓഫ് സ്പോർട്സ് ആണത്. വളരെ ഷാർപ്പായ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അല്ല ഇവിടെ പ്രശ്നം, നിങ്ങളുടെ
അമ്മായിമ്മയാണ് പ്രശ്നം അല്ലേ? നിങ്ങളുടെ അമ്മായിമ്മ കാരണമാണ് ഇവിടെ ബഹളം ഉണ്ടാവുന്നത്. കാരണം ഈ സ്ത്രീ ഭയങ്കരമായിട്ടുള്ള നാക്ക് ഭയങ്കര ഷാർപ്പാണ്. അപ്പോൾ ആരെ എന്ത് എപ്പോൾ പറയുന്ന ഒന്നും ഒരു പിടുത്തവും ഉണ്ടാവില്ല. അതുപോലെ ഒരു കുറ്റബോധമില്ലാത്ത ചിലപ്പോൾ ഒരു വിഡോ ആയിരിക്കാം, ഭർത്താവ് മരിച്ച സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്ത ആളായിരിക്കാം. പക്ഷെ ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു എനർജിയാണ്. മനസ്സിനൊട്ടും അലിവില്ലാത്തൊരു എനർജിയാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ്. കാരണം ആ പേഴ്സൺ നിങ്ങളെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. പെണ്ണായാലും ആണായാലും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്? അപ്പം നിങ്ങൾ ഒബ്സസീവായിട്ട് ഈ പേഴ്സണോട് വഴക്കുണ്ടാക്കുന്നത് അതാണ്. നിങ്ങൾ തേർഡ് പാർട്ടി സ്പൈ ചെയ്യുന്നതല്ല. നിങ്ങൾ ഈ പേഴ്സണോട് വഴക്കുണ്ടാക്കുന്നത് ഇവർ കാരണമാണ്. ഇവരോടുള്ള ദേഷ്യമാണ് ഈ പേഴ്സണോട് നിങ്ങൾ തീർക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ ഉപേക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണ്. അപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ ഈ പേഴ്സണെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷെ അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ? ഇവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ പേഴ്സണെ ചേർത്ത് പിടിക്കാൻ നോക്കുന്നത്? ആ പേഴ്സണാണ് അതിനിടയിൽ കിടന്ന് തിന്നുന്നത്. മജിഷ്യൻ. ആ പേഴ്സൺ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. സ്നേഹം അഭിനയിക്കുകയാണ് നിങ്ങളിവിടെ ചെയ്യുന്നത്. കാരണം അങ്ങോട്ട് അമ്മയുടെ അടുത്തേക്ക് പോകരുത്, എൻ്റെ അടുത്തേക്ക് വരണം എന്ന് ആ ഒരു എന്താ പറയുക, ഒരു മാനിപ്പുലേഷനാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ 2 ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് കിങ് ഓഫ് വോൺസും 3 ഓഫ് സോർഡ്സുമാണ്. അതാണോ? നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇവിടെ? നിങ്ങൾ ആരോടെങ്കിലും റിലേഷൻഷിപ്പിലാണോ? ഇവിടെ 6 ഓഫ് പെന്റക്കിൾസ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു പുതിയ ലവ് റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾ വഴക്കുണ്ടാക്കണത്? ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പേഴ്സൺ, ഇപ്പോഴത്തെ പുതിയ ആൾ നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നുണ്ടോ? ഭയങ്കര സെൽഫിഷായ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ആരോടും പുതിയതായിട്ടൊരു റിലേഷൻഷിപ്പിലാണ്, മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സണെ സ്പൈ ചെയ്യുന്നതും ഈ പേഴ്സണായിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നു. ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. അപ്പം സ്നേഹം കൊണ്ടല്ല, മനസ്സിലായി? നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്. അതുപോലെ തന്നെ പക്ഷെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണെന്ന് പറയുന്നത്. ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? കാർഡ്സൊക്കെ വലിച്ചെറിഞ്ഞോ? നിങ്ങളുടെ എനർജിയാണോ അത്? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ 3 ഓഫ് കപ്സ്, സെലിബ്രേഷൻ, ഹാപ്പിയാണ് പേഴ്സൺ. ഈ പേഴ്സൻ്റെ എനർജി ഭയങ്കര ലൈവ്ലി എനർജിയാണ്. 3 ഓഫ് കപ്സും നൈറ്റ് ഓഫ് വോൺസും. നൈറ്റ് ഓഫ് വോൺസും കുറച്ച് ഇമ്മച്യൂർഡ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. ഇവിടെ ഈ പേഴ്സൻ്റെ ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കണം ഈ പേഴ്സൻ്റെ അമ്മയാണ്. പക്ഷേ ഈ പേഴ്സൺ അത് സീക്രട്ടായിട്ട് വെക്കണം. അമ്മയെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല ഈ പേഴ്സൺ. 3 ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന മദർ ഓഫ് പെന്റക്കിൾസും. ഈ പേഴ്സണൽ ലൈഫിലുള്ള സ്ത്രീകളെല്ലാം, അമ്മയാവാം, ചേച്ചിമാരാവാം, ചേട്ടത്തിമാർ, എല്ലാവരും ഈ പേഴ്സണ് എന്താ പറയുക, ഇപ്പോൾ ഈ പേഴ്സൺ അവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അവരെല്ലാം ഈ സിറ്റുവേഷൻ സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവർ പേഴ്സണോട് നിങ്ങളെ ഉപേക്ഷിക്കാൻ പറയുന്നുണ്ടാവാം. പക്ഷേ ഈ പേഴ്സൺ സ്റ്റക്കാണ് നിങ്ങളുടെ കാര്യത്തിൽ കേട്ടോ. അതുപോലെ ഈ പേഴ്സൻ്റെ ഫാമിലിയെയും ഉപേക്ഷിക്കാൻ പറ്റില്ല. ഈ പേഴ്സൻ്റെ ഫാമിലിയും വേണം, നിങ്ങളെയും വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നൈറ്റ് ഓഫ് പെന്റക്കിൾസിനെ, നൈറ്റ് ഓഫ് വോൺസിനെ ക്ലാരിഫൈ ചെയ്യുന്ന വേൾഡ് കാർഡാണ്. പിന്നെ മദർ ഓഫ് കപ്സ്. ഇവിടെ കുറേ സ്ത്രീജനങ്ങളുണ്ട്. മദർ ഓഫ് കപ്സ്. നിങ്ങളെ ഈ പേഴ്സൺ നിങ്ങളോട് അൺകണ്ടീഷണൽ ലവാണ്. പക്ഷേ അത് വേൾഡ് കാർഡ് അവസാനം. ഈ പേഴ്സൺ ഇതിനു മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ? അതാണോ അവസാനിച്ചത്? ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആരോ ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ പേഴ്സൺ, ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട് ഈ പേഴ്സണ്. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് അവസാനിച്ചു. അപ്പോൾ അപ്പോൾ ഈ പേഴ്സൻ്റെ പ്രശ്നം കൊണ്ട് ആ പേഴ്സൺ കുറച്ച് ഉഴപ്പായിരുന്നു ആ സമയത്ത്. അങ്ങനെയാണ് ഈ പേഴ്സൺ ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നത് അവസാനിച്ച് പോയത്. അപ്പോൾ ആ ഓർമ്മ ഈ പേഴ്സൺ ഉള്ളത് കൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള പ്രശ്നം അങ്ങനെ അത്ര വലിയ സീരിയസ് ആക്കാത്തത്. കാരണം ഈ പേഴ്സൺ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. പേഴ്സൺ അറിയാം എന്തൊക്കെയാണ് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ. അറിയാത്ത ആളല്ല, പക്ഷെ ആരോടും പറയുന്നില്ല, എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ഒരു എനർജിയാണ് ഇത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
നോക്കുകയാണെങ്കിൽ ഇതൊരു വല്ലാത്ത റീഡിങ്. എന്താണ് നിങ്ങൾക്ക് ഈ പേഴ്സണോട്, നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ്? നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ റിലേഷൻ ഒബ്സഷൻ, നിങ്ങൾ ഡെവൽ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഈ പേഴ്സണാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇതിന് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, പുറത്തേക്ക് പോകാൻ ഈ പേഴ്സൺ ഡിവോഴ്സ് തരില്ല നിങ്ങൾക്ക്. അത് ആ പേഴ്സണ് നല്ല ഉദ്ദേശം കൊണ്ടാണ്, പക്ഷെ അത് നിങ്ങൾക്കൊരു പണിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ ഒരു ചെകുത്താനായിട്ടാണ് കാണുന്നത്, പെണ്ണായാലും ആണായാലും കേട്ടോ. ഒരു ഫീമെയിൽ ഡെവൽ അല്ലെങ്കിൽ മെയിൽ ഡെവൽ ആയിട്ടാണ് നിങ്ങൾ ഈ പേഴ്സണെ കാണുന്നത്. ഹാങ്ഡ് മാൻ, നിങ്ങൾ ഇതിനകത്ത് സ്റ്റക്കാണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ല. ലവേഴ്സ് ഉണ്ട് ഇവിടെ, ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ നിങ്ങൾക്കിത് ഊരിപ്പോരാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണിത്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഒരു ബ്രാൻഡ് ന്യൂ ഓഫറാണത്, ഫിനാൻഷ്യൽ ഓഫർ. ഇപ്പോൾ ഈ പേഴ്സണ് നിങ്ങൾക്ക് വേണ്ട പൈസ എല്ലാം ഒന്നില്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ജോലിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നുണ്ടോ, നിങ്ങളാണോ ഈ പേഴ്സണ് ചിലവിന് കൊടുക്കുന്നത്. എന്തായാലും ഒരു ലവേഴ്സ് കാണുന്നുണ്ട്, നിങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, സ്നേഹമില്ലായ്മയല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ലവ് വേറൊരാളോടാണ് നിങ്ങൾക്കുള്ളത്, പക്ഷേ ഇവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഡെവൽ എനർജി അപ്രൈറ്റ്, നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള ഫീലിംഗ് ഈ പേഴ്സൺ ഒരു ഫൂളാണെന്നാണ് നിങ്ങൾ പറയുന്നത്, മനസ്സിലാവും. വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരേ സിറ്റുവേഷനിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, നമ്മളുടെ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ഗുഡ് ഫോർച്യൂൺ, നല്ല സമയം വരണമെങ്കിൽ നമ്മളും കൂടെ എന്തെങ്കിലും, താൻ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത്. അപ്പം നമ്മളും കൂടെ അതിൽ പ്രയത്നിക്കണം. പക്ഷേ ഇവിടെ ഈ സിറ്റുവേഷനിൽ വ്യത്യാസം വരണമെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വ്യത്യാസം വരണമെങ്കിൽ ഈ പേഴ്സണും കൂടെ പ്രയത്നിക്കണം. പക്ഷേ ഈ പേഴ്സൺ ഒന്നും ചെയ്യുന്നില്ല, ഈ പേഴ്സൺ ഇനാക്റ്റീവായിട്ട് ഒരു ഫൂളിനെ പോലെ അവിടെ ഇരിക്കുകയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരു ആക്ഷൻ ഈ പേഴ്സൺ എടുക്കുന്നില്ല, നിങ്ങൾ വിടുന്നുമില്ല, ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ വേണ്ടി ഈ പേഴ്സൺ ഒന്നും ചെയ്യുന്നുമില്ല. ഇതാണ് നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള ദേഷ്യം. ഓക്കെ, ഇനി ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സൺ നിങ്ങളെ വിടില്ല. ഇത് ഈ പേഴ്സൺ വിശ്വസിക്കുന്ന, ഈ പേഴ്സൺ വളരെ കൺസർവേറ്റീവ് ആയ ഒരാളാണ്. പഴയ എന്നുവെച്ചാൽ ഇപ്പോഴത്തെ ആൾക്കാർ ഒന്ന് പറഞ്ഞ് രണ്ടിനെ ഡിവോഴ്സ് ചെയ്യുന്ന ആളാണ്. ഈ പേഴ്സൺ അങ്ങനെയല്ല, ഈ പേഴ്സൺ പഴമ ഫോളോ ചെയ്യുന്ന ആളാണ്, ഒരു ട്രഡീഷനൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് ഇതൊരു കല്യാണമാണ്, അങ്ങനെ അങ്ങോട്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഒരു ആക്ഷനും എടുക്കാത്തത്. ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നോട്ടെ, പക്ഷേ ഈ പേഴ്സൺ നിങ്ങൾക്ക് ഡിവോഴ്സ് തരില്ല. കാരണം ഈ പേഴ്സൺ അത് വിശ്വസിക്കുന്നില്ല, ഡിവോഴ്സിലൊന്നും വിശ്വസിക്കുന്നില്ല. ഈ പേഴ്സൺ കുറച്ച് മെച്ചുവേർഡായ ആളാണെന്ന് തോന്നുന്നു. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, വളരെ സ്ലോ ആയിട്ട് ഡിസിഷനൊക്കെ എടുക്കുന്ന ഒരാളാണ്. ഡോട്ടർ ഓഫ് കപ്സ്. അപ്പോൾ ഇതിനകത്ത് കുഞ്ഞുങ്ങളുണ്ടോ, കുട്ടികളുണ്ടെന്ന് തോന്നുന്നു, ഒരു പെൺകുട്ടി ഉള്ള പോലെ. ഓക്കെ, ഡെത്ത് കാർഡ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യില്ല. കാരണം എന്താണ്? ഈ പേഴ്സൺ ഭയങ്കര ട്രഡീഷണലാണ്. ഈ പേഴ്സൺ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഡിവോഴ്സ് തരില്ല നിങ്ങൾക്കത്. അപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും വളരെ പഴമ ആ ഒരു ഇതിലേക്ക് റൂട്ടിൽ കൂടെ പോകുന്ന ആളാണ്. ശരിക്കും നിങ്ങളുടെ സോൾമേറ്റ് ആണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ പേഴ്സണെ റെസിസ്റ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള ആളും വലിയ നല്ല ആളൊന്നുമല്ല, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളാണ്, ഭയങ്കര സെൽഫിഷായ ആളാണ്. അപ്പോൾ ഈ ഇത് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകാനാണെങ്കിൽ അവിടെ ഇതിലും കഷ്ടമാണ്. ഈ പേഴ്സൺ അറ്റ്ലീസ്റ്റ് ഒരു ന്യായത്തിൻ്റെ പുറകെ പോകുന്ന ആളാണ്, ആക്ഷൻ എടുക്കുന്നില്ല എന്ന് മാത്രം, ആരെയും ഫൈറ്റ് ചെയ്യുന്നില്ല, ആരോടും ചൂടായിട്ട് സംസാരിക്കില്ല, ആരെയും എതിർക്കുന്നില്ല. ഈ പേഴ്സൺ വളരെ നോർമലായ, വളരെ സാധുവായ ഒരാളാണ്, പക്ഷേ വളരെ സ്റ്റബൺ ആയ ഒരാളാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഡിവോഴ്സ് തരില്ല. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ, നെക്സ്റ്റ് ആക്ഷൻ നിങ്ങളുടെ എന്തായിരിക്കും? ഈ പേഴ്സൺ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഇത് കല്യാണമാണ്, തമാശയല്ല, ഞാൻ ഡിവോഴ്സ് തരില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നിങ്ങളപ്പോൾ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടും കാര്യമില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? പ്രാക്ടിക്കലായി നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? പേജ് ഓഫ് കപ്സ്. അപ്പോൾ പേജ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ്. നിങ്ങൾ സ്പൈ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നിർത്തും സ്പൈ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ എന്ന് വെച്ചാൽ ഡിവോഴ്സ് തരില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അവിടെ അഡൾട്ടറി, പേഴ്സണൽ ചീത്ത സ്വഭാവം ഉണ്ട്, അല്ലെങ്കിൽ പേഴ്സൺ മെൻ്റലാണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്ത് കോടതിയിൽ അങ്ങനെയൊക്കെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, വക്കീലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഒന്നും നിങ്ങൾ അവസാനം നിങ്ങൾ മുട്ടുമടക്കും, ഈ പേഴ്സൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. നിങ്ങൾ പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു പോകുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഈ ലിമിറ്റഡ് തോട്ട്സും നിങ്ങളുടെ ഈ ഫൈറ്റ്സൊക്കെ നിങ്ങൾ നോക്കുക, ഡിസപ്പോയിൻറ്റഡ് ആവും നിങ്ങൾ. കാരണം നിങ്ങൾ ഈ ഫൈറ്റ് ചെയ്യുന്ന, നിങ്ങൾ പ്രൂവ് ചെയ്യാൻ ഫൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അവസാനം നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും.
നിങ്ങൾ ഒരു കാര്യം ചെയ്താലും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ തിരിച്ച് ഈ പേഴ്സണൽ ലൈഫിലേക്ക് പോകും. അതേ നിങ്ങൾക്കൊരു വഴിയുള്ളൂ. അതുകൊണ്ടാണ് ഈ പേഴ്സണാണ് നിങ്ങളുടെ സോൾമേറ്റ്. നമ്മൾ കാർഡ് കണ്ടല്ലോ, നിങ്ങൾ എത്രയൊക്കെ റെസിസ്റ്റ് ചെയ്താലും ഈ പേഴ്സണോട് എത്ര ഫൈറ്റ് ചെയ്താലും ഈ പേഴ്സണാണ് നിങ്ങളുടെ സോൾമേറ്റ്. ഇനി ഈ പേഴ്സണിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? ഈ പേഴ്സൺ നിങ്ങളായിട്ട് കോൺടാക്റ്റ് വെക്കും എപ്പോഴും, കേട്ടോ. ഈ പേഴ്സൺ മൈൻഡ് ഗെയിംസ് ഒന്നും കളിക്കുന്ന ആളല്ല. അതുപോലെ ആരെയും ഉപദ്രവിക്കണമെന്നൊന്നും ആഗ്രഹിക്കാത്ത ആളാണ്. നിങ്ങളെയും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കാത്ത ആളാണ്. അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ ഈ പേഴ്സണെ കോൺടാക്ട് ചെയ്ത് എനിക്ക് റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ നാച്ചുറൽ മീൻസ് നോർമലായിട്ട് ഈ പേഴ്സൺ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ നിങ്ങൾ കുറേ മൈൻഡ് ഗെയിംസ് ഒക്കെ കളിച്ചിരുന്ന ആളാണ്. ഈ പേഴ്സൺ നിങ്ങളെ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. നൈറ്റ് ഓഫ് സ്വേർഡ്സ്. നിങ്ങളിപ്പോൾ വന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു. നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞാൽ ഇപ്പം തന്നെ ഈ പേഴ്സൺ വരും, നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകും. ഈ സിറ്റുവേഷൻ ഒരു അവസാനം ഉണ്ടാവും, കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്കൊന്നും മീൻസ് ഒന്നും നിങ്ങളുടെ ഇടയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് 10 പേര് വന്നോട്ടെ, ഈ പേഴ്സൺ നിങ്ങൾക്ക് ഡിവോഴ്സ് വരില്ല. എന്തൊക്കെ അറിഞ്ഞാലും ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അങ്ങനത്തെ ആളുകളെ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടാണ്, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനത്തെ ഒരു റീഡിംഗ് ആണ് ഇവിടെ കണ്ടത്. ഈ പേഴ്സൺ നിങ്ങളെ ഒരു സോൾമേറ്റ് കണക്ഷനായിട്ട്, ട്വിൻ ഫ്ലെയിം കണക്ഷനായിട്ടൊക്കെ കാണുന്നത്. ഈ പേഴ്സൺ നിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരോടും ഒരു കണക്ഷനും ഇല്ല, കേട്ടോ. അപ്പോൾ ഇവിടെ എത്രയും പെട്ടെന്ന് സിറ്റുവേഷൻ അവസാനിക്കണം, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കണം തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്, കേട്ടോ. അപ്പോൾ സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, പൈസീസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Capricorn, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Aquarius, Taurus, Leo, Aquarius, Scorpio, Gemini, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio. ഇത്രയുമാണ് ഇത്. ഇനി Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Scorpio, Taurus, Capricorn, Pisces, Gemini, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Scorpio, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn. ഇത്രയുമാണ് സോഡിയാക് സൈൻസ്. നിങ്ങളുടെ സോൾമേറ്റ് ആണ് ഈ പേഴ്സൺ. നിങ്ങൾ എന്തൊക്കെ പണി നോക്കിയാലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു മുക്തിയില്ല. കാരണം നിങ്ങൾ രണ്ടുപേരും അറ്റാച്ച്ഡ് ആണ്, ബോണ്ടഡ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഹാർമണി കൊണ്ടുവരാൻ, ഒരു സമാധാനം കൊണ്ടുവരാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കേണ്ടി വരും, കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ലാസ്റ്റ് റീഡിങ് പിങ്കിൻ്റെ റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. പിങ്ക് കളർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ഭഗവാന്. പിങ്ക് കളർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള, ഭയങ്കര ചൂടാണ്, മഴ പെയ്യുന്നുണ്ട് എന്നാലും ചൂടുണ്ട്. ഓറക്കിൾ മെസ്സേജ് ഭഗവാനെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ലാസ്റ്റ് കളർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള, ഞാൻ പെട്ടെന്ന് മറന്നുപോയി, പിങ്കാണെന്ന് തോന്നുന്നു. ഓറക്കിൾ മെസ്സേജാണ്. നമ്മളിതിൽ ഒരു കാര്യത്തിലേക്ക് ഇൻവോൾവ് ആകുമ്പോഴേ ബാക്കി കാര്യങ്ങൾ മറന്നുപോകും. ഞാൻ അങ്ങനെ ചെയ്യും, എനിക്കിങ്ങനെ പറ്റാറുണ്ട്. ലോർഡ് ഹനുമാൻ, ഡെഡിക്കേഷൻ, ആത്മാർത്ഥത, അതാണ് കാണിക്കുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ആത്മാർത്ഥതയോട് ചെയ്യുക. എന്താ പറയുക, ചെയ്യാൻ വേണ്ടി ചെയ്യരുത്. അതിൻ്റെ റിസൾട്ടും അതുകൊണ്ട് ഉപകാരപ്രദമാകാനും, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാനും, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഉപകാരപ്രദം ആകണമെന്നും വിശ്വസിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് ചെയ്യുക, എന്ത് കാര്യമാണെങ്കിലും, കേട്ടോ. അപ്പോൾ ഡെഡിക്കേഷൻ, ആത്മാർത്ഥത ആണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താ നടക്കുന്നതാണ് നോക്കുന്നത് നമ്മൾ, കേട്ടോ. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ് ഇപ്പോൾ? നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്?
നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും ഏസ് ഓഫ് പെൻറ്റക്കിൾസും റിവേഴ്സാണ്, ഏസ് ഓഫ് വോൺസും റിവേഴ്സാണ്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട്. അപ്പോൾ കാരണം എല്ലാം മന്ദഗതിയിലാണ് നടക്കുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരു ഡിലേ, ഒരു കാര്യം ചെയ്തിട്ടും അത് ഫലത്തിൽ വരുന്നില്ല, അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ ഓറക്കൽ മെസ്സേജ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഓറക്കൽ മെസ്സേജ് എന്താ പറയുന്നത്? ഡെഡിക്കേഷൻ, ആത്മാർത്ഥത. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കാര്യവും സക്സസ്ഫുൾ ആവും, എല്ലാ കാര്യത്തിലും റിസൾട്ട് കാണാൻ തുടങ്ങും. പിന്നെ നമ്മളിൽ തമ്മിലൊരു വിശ്വാസം, പിന്നെ ദൈവത്തിലും വിശ്വാസം. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്തത് ജസ്റ്റിസ് കാർഡും 2 ഓഫ് കപ്സുമാണ്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ന്യായം, ലീഗൽ ഇഷ്യൂ ആവാൻ വഴിയുണ്ട്. 2 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. ഒരു ലവ് അഫെയർ ആണ് 2 ഓഫ് കപ്സ് എന്ന് വെച്ചാൽ ഭയങ്കര, ചിലപ്പോൾ നിങ്ങൾ ഒരാളോട് പ്രപ്പോസ് ചെയ്തിട്ട് അവിടെ നിന്ന് റെസ്പോൺസ് വരാനായിട്ട് കുറച്ച് ഡിലേ ആവുന്നുണ്ടാവാം. അപ്പം നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ആ പേഴ്സണോട് പ്രപ്പോസ് ചെയ്ത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നമ്മൾ പറയുമ്പോൾ പല ഉദ്ദേശങ്ങളും കൊണ്ട് നിന്നെ ഇഷ്ടമാണെന്ന് പറയാം അല്ലേ? അപ്പോൾ എന്താണ് ഉദ്ദേശം? ആത്മാർത്ഥമായിട്ടാണോ അത് പറഞ്ഞത്? പിന്നെ ഏസ് ഓഫ് കപ്സ്, വളരെ സ്നേഹമുണ്ട്, ഒരു ഓഫർ, ലവ് ഓഫർ നിങ്ങൾ ആർക്കോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ആ പേഴ്സൺ നിങ്ങളെ റിജക്റ്റ് ചെയ്യുകയോ വല്ലതും ചെയ്തോ? അതോ ഈ പേഴ്സൺ റെസ്പോണ്ട് ചെയ്തില്ല, ഇഗ്നോർ ചെയ്യുന്നുണ്ടോ? അങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഒരു സ്റ്റാൻഡ്, ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് എടുക്കുക, ഒരു തീരുമാനം എടുക്കുക, ഒരു അഭിപ്രായം പറയുക. ഇവിടെ ഒരു അഭിപ്രായം പറയുന്നില്ലേ? നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ വെറുതെ നിർവികാരമായിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നോ പേഴ്സൺ? നോക്കാം. നിങ്ങളുടെ പേഴ്സണിൻ്റെ, നിങ്ങൾ ഈ പറഞ്ഞ ആളുടെ എന്താണ് ഓവറോൾ എനർജി? ഇത്രയും മടിയുള്ള ഒരാളാണ്, ഒരു മനസ്സിലൊരു സന്തോഷമില്ലാത്ത, വളരെ പെസിമിസ്റ്റ് ആയ ഒരാളാണിത്. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഈ പേഴ്സൺ ആരൊക്കെയോ ആണെന്നൊരു ചിന്ത ഈ പേഴ്സൺ ഉണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, എന്നോട് വന്ന് സ്നേഹമാണെന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചോ? മനസ്സിലായി? വളരെ മെറ്റീരിയലിസ്റ്റിക് ആയ ഒരു പേഴ്സണാണിത്. അതുപോലെ നല്ലോണം വെള്ളം അടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും ഒട്ടും തൃപ്തിയില്ല ഒരു കാര്യത്തിനും, അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഉള്ളത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. പൈസ ഓഫർ ചെയ്യാനാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ, സ്നേഹവും ഇമോഷണൽ സപ്പോർട്ടൊന്നും ഈ പേഴ്സൺ ആവശ്യമില്ലെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. മദർ ഓഫ് കപ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ്. മാരീഡ് ആണോ ഇയാൾ? ഒരു മദർ ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. 3 ഓഫ് പെൻറ്റക്കിൾസ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഹൈ പ്രീസ്റ്റസ്. സീക്രട്ടീവ് ആണ് ആള്, പൈസയോട് ഭയങ്കര ആർത്തിയുള്ള ആളാണ്. പൈസ പൈസ പൈസ, അതാണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം. ഈ പേഴ്സൻ്റെ മനസ്സിലാകെ പൈസ 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 മാത്രമേ ഉള്ളൂ. അത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ല, ഈ പേഴ്സണ് വെള്ളം അടിക്കാനും അതിനും ഇതിനും എല്ലാം ആണ് അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ലൈഫിലുള്ള ആൾ ഭയങ്കര സാധുവായിട്ടുള്ള ഒരു എനർജിയാണ്. അത് ശരിക്കും മുതലെടുക്കുന്നുണ്ട് ഈ പേഴ്സൺ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൻ്റെ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ മനസ്സിലൊരു വടംവലി നടക്കുന്നുണ്ട്. ഈ പേഴ്സൺ റിജക്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഇത് തുടരണോ? ഈ പേഴ്സണോട് നിങ്ങൾക്ക് ഉള്ളിൽ ഭയങ്കര ദേഷ്യമുണ്ട് ഈ പേഴ്സൺ റിജക്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾക്കൊരു വിലയും തരാത്തതുകൊണ്ട്. നിങ്ങളുടെ അടുത്ത് പൈസ മേടിച്ചിട്ടുണ്ട് ഈ പേഴ്സൺ. നിങ്ങൾക്കൊരു വിലയും തരാത്ത പോലെ. അപ്പം നിങ്ങൾക്കത് വേണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ ഭയങ്കര നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വേണ്ടായിരുന്നു, വെറുതെ ചെന്ന് അവിടെ നാണക്കേടുമായി എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ മനസ്സിലൊരു വടംവലി നടക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനുമാണ് താനും ഉണ്ടോ. നിങ്ങളാണെങ്കിൽ നല്ല പൈസയല്ല, നിങ്ങൾ നല്ല സെറ്റിലായ ആളാണ്. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് പൈസ വേണം, ഗിഫ്റ്റ് വേണം, അതും ഇതുമൊക്കെ വേണം. പക്ഷെ ഒരിക്കലും നിങ്ങളോട് കമ്മിറ്റ് ചെയ്യാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കത് പറ്റുന്നില്ല.
മനസ്സിലായി? ഇതിനകത്ത് നിന്ന് മൂവ് ഓൺ ചെയ്യണം. ഞാൻ എന്തിനാ ഇങ്ങനെ ഇതിൻ്റെ പുറകെ നടക്കണമെന്ന് നിങ്ങൾക്കൊരു ചിന്ത വരുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങളെ കുറച്ച് കണ്ട പോലെ. അപ്പം നിങ്ങൾക്ക് ആ ഒരു ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് വേണ്ടായിരുന്നു എന്നാണ് നിങ്ങളുടെ ഫസ്റ്റ് തോട്ട്. വേണ്ടായിരുന്നു. ഈ പേഴ്സൺ ആണെങ്കിൽ 4 പേരോട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം, നിങ്ങളിപ്പോൾ ചെയ്ത കാര്യം ഈ പേഴ്സൺ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളെ നാണം കെടുത്താൻ വേണ്ടി. എന്ന് വെച്ചാൽ ഞാൻ വലിയ ആളാണ്, എൻ്റെ പുറകെ എന്തോരം പേരുണ്ട്, ഈവൻ ഈ പേഴ്സൺ പോലും എൻ്റെ പുറകെ വന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് 4 പേരോട് ഈ പേഴ്സൺ പറഞ്ഞത്. എല്ലാ കള്ളുകുടി പാർട്ടിയിലും ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ മീറ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഓഫീസിലുള്ള ആളുകളോടൊക്കെ ഈ പേഴ്സൺ പറയുന്നുണ്ട്. ഇതൊരു വലിയൊരു ഹോട്ട് ടോപ്പിക്കാണ് ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് പ്രപ്പോസ് ചെയ്ത കാര്യം, കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഈ പേഴ്സൺ നിങ്ങൾ പ്രപ്പോസ് ചെയ്തത്. ഭയങ്കര ഒരു സെൽഫിഷ് എനർജിയാണ്, സർപ്പമാണ്, കണ്ടോ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പലരും നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും, മനസ്സിലാവുണ്ടോ. പക്ഷേ ഈ പേഴ്സണോട് നിങ്ങൾക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നിയപ്പോൾ നിങ്ങൾ ചെന്ന് പറഞ്ഞപ്പോൾ അത് ബാക്ക് ഫയർ ചെയ്തു. പേഴ്സൺ നാട്ടുകാർ 4 പേരോട് പറഞ്ഞ് പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ്, കേട്ടോ. ഫ്രണ്ട്സിൻ്റെ അടുത്ത് ട്രീറ്റ് കൊടുക്കുന്നു, അങ്ങനെ ഇങ്ങനെ ബെറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഏസ് ഓഫ് വേർഡ്സ് കാണിക്കുന്നുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ക്ലാരിഫിക്കേഷൻ. അപ്പോൾ ഫ്രണ്ട്സ് ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്, ശരിക്കുമാണോ? കാരണം നിങ്ങളായതുകൊണ്ട് ആർക്കും വിശ്വാസമില്ല, നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ആരും വിശ്വസിച്ചില്ല. നിങ്ങളൊരു പൊട്ട സമയത്താണ് ചെന്ന് ഇപ്പോൾ ചെയ്തത്, ഇങ്ങനൊരു പ്രപ്പോസൽ കൊടുത്തത് ഈ പേഴ്സണ്, മനസ്സിലായോ? ഈ പേഴ്സൺ എല്ലാവരോടും നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതാണ് ഈ പേഴ്സൺ പറയുന്നത്. അല്ലാതെ മീൻസ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ പറയില്ല, ഇങ്ങനെ ഞാൻ ചെയ്തു, എനിക്കറിയില്ല എന്താ, അത് വേറെ. പക്ഷെ ഇതല്ല, നോക്ക്, ഈ പേഴ്സൺ പോലും എന്നോട് പ്രപ്പോസ് ചെയ്തു എന്നാണ് പറയുന്നത്. നിങ്ങളൊരു ആത്മാർത്ഥമായിട്ട് ഒരു പണി ചെയ്തപ്പോൾ, അതോ നിങ്ങൾ ആത്മാർത്ഥമായിട്ട്, നിങ്ങൾ മാരീഡ് ആണോ? ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണോ? എന്നുവെച്ചാൽ ഈ പേഴ്സണും മാരീഡ്, നിങ്ങളും മാരീഡ്, എന്നിട്ടൊരു സിറ്റുവേഷനിലേക്ക് പോകാനാണോ നിങ്ങൾ ആഗ്രഹിച്ചത്? അപ്പം നിങ്ങളുടെ അതുകൊണ്ടാണ് ആത്മാർത്ഥതയുടെ പ്രശ്നം വരുന്നത്. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? ഇപ്പം നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? സ്ട്രെങ്ത്. നിങ്ങൾക്ക് നല്ല ദേഷ്യമുണ്ട് ഈ പേഴ്സണോട്. ഈ പേഴ്സണെ മെരുക്കി എടുക്കണം തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്, കേട്ടോ. അപ്പോൾ പക്ഷെ നിങ്ങൾക്ക് ഈ പേഴ്സൺ ഭയങ്കര പ്ലെയർ എനർജി ആണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ, ചിലരുണ്ടല്ലോ നമ്മൾ ഉഴപ്പാണ് എന്ന് വെച്ചാൽ, ഞാൻ എല്ലാവരും ജനറലി ആൾക്കാർ, ഒരാൾ ഉഴപ്പാണെങ്കിൽ, പ്രത്യേകിച്ച് മാരീഡായ ആളുകൾ, മറ്റേ ആൾ ഉഴപ്പാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവരോട് എന്തെങ്കിലും പറയും, കാരണം നമ്മൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, ടൈം പാസ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് നിങ്ങൾ പോയതാണോ? പക്ഷെ നിങ്ങൾ കയറി സീരിയസ് ആയോ? പേഴ്സൺ റിജക്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഈഗോ ഇഷ്യൂ ആയോ? ഇവിടെ ഏരീസ് കാണിക്കുന്നുണ്ട്, എംപറർ. നിങ്ങൾ കൊച്ചായ പോലെ ഈ പേഴ്സണിൻ്റെ മുമ്പിൽ, അല്ലേ? അപ്പം നിങ്ങൾക്ക് അതൊന്ന് മാറ്റിയെടുക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഈ പേഴ്സണോട്. ഇപ്പം ഇവിടെ സ്ട്രെങ്ത് കാർഡ് 2 പ്രാവശ്യം, അതിൽ നിങ്ങൾ സ്റ്റക്കാണ്. അപ്പോൾ ഈ പേഴ്സൺ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം തന്നെയാണ്, റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കണം. എങ്ങനെയെങ്കിലും ഈ പേഴ്സണ് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട്, ഈ പേഴ്സൺ നിങ്ങളെങ്ങനെ നാണം കെടുത്തുന്നത് അതുപോലെ തന്നെ ഇതൊരു ട്രൂ ആയിട്ട് ആക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഈ പേഴ്സൺ എന്തായാലും റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരണമെന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ പേഴ്സൺ ഡിസപ്പോയിൻറ്റഡ് ആണ്, നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ പേഴ്സണോട് ഇങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ ഈ പേഴ്സൺ ബാക്ക് ഔട്ട് ചെയ്തു. നിങ്ങൾ പക്ഷേ വെയിറ്റ് ചെയ്യും, പിന്നെയും പുറകെ നടക്കുന്ന ഈ പേഴ്സൺ വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ ഈ പേഴ്സൻ്റെ പുറകെ പോയില്ല, നിങ്ങൾ ബാക്ക് ഔട്ട് ചെയ്തു. അപ്പം നിങ്ങളുടെ ഗെയിം തുടങ്ങി. ഈ പേഴ്സൺ ഇത് അറിയില്ല. ഈ പേഴ്സൺ അത്രയും ബുദ്ധിയില്ലാത്ത ഒരാളാണ്, വെറുതെ ഇങ്ങനെ മറ്റുള്ളവരോട് ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ഒരു ക്യാരക്ടറാണിത്. അപ്പം ലവേഴ്സ്, ഓക്കെ, ജെമിനി സോഡിയക് സൈൻ ആണ്. 10 of Pentacles. നിങ്ങളായിട്ടൊരു റിലേഷൻഷിപ്പ് വെക്കണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളുടെ അടുത്ത് ഇഷ്ടംപോലെ പണമുണ്ട്. ഈ പേഴ്സൺ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് വെച്ചാൽ പണം കൊണ്ട് ഗുണമുണ്ടാവും. പിന്നെ നിങ്ങൾ ഒരേ കമ്പനിയിലാണെങ്കിൽ, നിങ്ങൾ ഹയർ പൊസിഷനിലുള്ള ആളാണെങ്കിൽ ആ പൊസിഷൻ യൂസ് ചെയ്തിട്ട് ഈ പേഴ്സണ് കുറേ ജോലിയിൽ ഉയർച്ച കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ 10 of Pentacles ആണ് നിങ്ങളിൽ നിന്ന് ഈ പേഴ്സൺ പ്രതീക്ഷിച്ചത്. പക്ഷേ നിങ്ങൾ ബാക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ഈ പേഴ്സൺ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് ഇപ്പോൾ, കേട്ടോ. അപ്പോൾ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, എങ്ങനെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാം ഈ സിറ്റുവേഷനിലേക്ക് ഈ പേഴ്സൺ നോക്കുന്നുണ്ട്. നിങ്ങളും അത് തന്നെ നോക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് സീരിയസ് ഇല്ല. ഈ പേഴ്സണ് ഉദ്ദേശമുണ്ട് നിങ്ങളെക്കുറിച്ച്, നിങ്ങൾക്ക് ഉദ്ദേശമുണ്ട്. 2 പേർക്കും തമ്മിൽ ഉദ്ദേശമുണ്ട്. 2 പേരുടെയും ഉദ്ദേശം 2 ആണെന്ന് മാത്രം,
മനസ്സിലാവുണ്ടോ? എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്? അപ്പോൾ ഇവിടെ ഡെഡിക്കേഷന് വേറൊരു മീനിങ് കൂടി വരുന്നുണ്ട്. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുക, അത് നിങ്ങളുടെ ഫാമിലിയുടെ കാര്യമാണ് ഡെഡിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അവിടെയാണ് പ്രശ്നം. മനസ്സിലാവുണ്ടോ? എന്ന് വെച്ചാൽ നമ്മൾ ഡെഡിക്കേറ്റഡ്, എൻ്റെ ഫാമിലിയോട് ഞാൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയോട് ഭയങ്കര ആത്മാർത്ഥതയാണെന്നാണ്. അപ്പോൾ ഫാമിലിയോടുള്ള ആത്മാർത്ഥതയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ പുറകെ പോകണ്ടെന്നാണ് കാണിക്കുന്നത്. നോക്കാം. അപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ ഫൂൾ. നിങ്ങളൊരു റിസ്ക്, ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാനാണ് പ്ലാൻ. കിങ് ഓഫ് വാൻഡ്സ്. നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ മാറ്റുകയാണ്. നിങ്ങൾ നേരത്തെ കുറച്ചും കൂടെ സീരിയസ് ആയ ഒരു ക്യാരക്ടർ ആയിരുന്നു. എന്നുവെച്ചാൽ ഈ പേഴ്സണെ അങ്ങനെ ചീറ്റ് ചെയ്യണമെന്നൊന്നും നിങ്ങൾക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങളുടെ സ്വഭാവം മാറി. പിന്നെ നിങ്ങൾ സ്പൈ ചെയ്യാൻ പോകുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾ ഈ പേഴ്സണിനെ, നിങ്ങൾ മാരീഡാണ്, നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾക്ക് നേരായ വഴിക്ക് റിലേഷൻഷിപ്പ് പറ്റില്ല. നിങ്ങൾ വളഞ്ഞ വഴിയാണ് നോക്കുന്നത്. ഇവിടെ ഈ പേഴ്സൺ ഒരു ഹാർട്ട് ബ്രേക്ക് കൊടുക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, വളരെ സ്ലോ ആയിട്ട്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ആക്ഷൻ എടുക്കാതെ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്കാണ് വരുത്താൻ പോകുന്നത്. കാരണം ഈ പേഴ്സൺ ഇപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആണ് നിങ്ങളെ ബാക്ക് ഔട്ട് ചെയ്തത് കൊണ്ട്. ഇനി ഈ പേഴ്സൺ എന്ത് ആക്ഷനാണ് എടുക്കുക? ഒരു വേറെ ടൈപ്പ് റീഡിങ് ആയിട്ട് സ്റ്റാർ കാർഡ് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സണിൻ്റെ സ്റ്റാർ എന്ന് പറഞ്ഞൊരു വഴികാട്ടിയാണ്. മനസ്സിലാവുണ്ടോ? നമ്മൾ ഒരു സ്റ്റാർ കാണുമ്പോൾ നമ്മൾ വിഷ് ചെയ്യും. എന്ന് വെച്ചാൽ മേക്ക് എ വിഷ് എന്നാണ്. സ്റ്റാർ കാർഡ് കാണുമ്പോൾ മേക്ക് എ വിഷ് എന്നാണ്. ഈ പേഴ്സൺ ശരിക്കും വിഷ് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തിരിച്ച് പേഴ്സണൽ ലൈഫിലേക്ക് വരണമെന്ന്. മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ സ്റ്റക്കാണ് ഈ പേഴ്സൺ. ഇവിടെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അറ്റ് ദ മൊമെൻറ്റ് ഈ പേഴ്സൺ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. ഈ പേഴ്സൺ ഇവിടെ ഒരു വിക്ടറി വേണം. അതിന് ഈ പേഴ്സൺ ഇവിടെ സ്റ്റക്കാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ആയിട്ടുള്ള കാര്യത്തിൽ. പക്ഷേ ഈ പേഴ്സൺ തൽക്കാലം ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല, പ്ലാൻ ചെയ്യുന്നതിന്. കാരണം ഇത് ഷുവർ ഷോട്ട് ആയിരിക്കണം. നെക്സ്റ്റ് ആക്ഷൻ ഷുവർ ഷോട്ട് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ വിചാരിക്കുന്ന കാര്യം നടക്കണം. ഈ റിലേഷൻഷിപ്പ് അവസാനിക്കാൻ ഈ പേഴ്സൺ സമ്മതിക്കില്ല. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് ഈ പേഴ്സൺ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങും. 6 of Pentacles ആണ്. കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ഈ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങും. ആവശ്യമില്ലാതെ നിങ്ങളെ പ്രൈസ് ചെയ്യുക, ഉയർത്തി പറയുക, നിങ്ങൾക്ക് ഗിഫ്റ്റ് തരിക, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ തുടങ്ങാൻ പോകുന്നുണ്ട് ഈ പേഴ്സൺ കേട്ടോ. കാരണം നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ. കാരണം നിങ്ങളെ കൊണ്ട് ഈ പേഴ്സണ് കുറേ അധികം ഗുണങ്ങളുണ്ട്. പൈസ ആവശ്യമുള്ളപ്പോൾ കൊടുക്കും നിങ്ങൾ. അതുപോലെ തന്നെ ഈ പേഴ്സൻ്റെ നിങ്ങളൊരു ഹയർ പൊസിഷനിലുള്ള ഒരാളാണ്. അപ്പോൾ ആ കാര്യം കൊണ്ട് ഇവർക്ക് ഈ പേഴ്സണ് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. അതാണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്തായാലും നിങ്ങളുടെ ഫാമിലിയോട് ഡെഡിക്കേഷൻ ആണ് നിങ്ങളുടെ ഓറക്കൽ മെസ്സേജ്. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എഴുതിയിരിക്കുന്നത് ഡെഡിക്കേറ്റ് യുവർ സെൽഫ് ടു ആസ് യു അണ്ടർടേക്ക് യുവർ എൻഡേവേഴ്സ് അപ്രോച്ച് ദം വിത്ത് ഓണസ്റ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് പ്യൂരിറ്റി ഓഫ്. അപ്പോൾ എന്ത് കാര്യം ചെയ്താലും സത്യസന്ധമായിട്ടും ഇൻറ്റഗ്രിറ്റിയോടുകൂടി. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ മലയാളം എനിക്ക് എക്സാക്ട് അറിയാൻ പാടില്ല. ഇൻറ്റഗ്രിറ്റി, നമുക്കൊരു ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ വില നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ശുദ്ധമായ മനസ്സോടും കൂടി ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു നെഗറ്റീവ്, എൻ്റെ ഒരു ഇതിൽ കാഴ്ചപ്പാടിലാണ് ഇത് നെഗറ്റീവാണ്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹത്തിന് പരിധിയില്ലല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ശരിയും തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ടം ഏത് പോയിന്റിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്, അങ്ങനെയാണ് ശരിയും തെറ്റും നമ്മൾ തീരുമാനിക്കുക. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ശരി എൻ്റെ തെറ്റായിരിക്കാം, എൻ്റെ ശരി നിങ്ങളുടെ തെറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ മുമ്പോട്ട് പോവുക. അപ്പോൾ അതാണ് ഡെഡിക്കേഷൻ കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് മാരീഡ് ആണെങ്കിൽ ഫാമിലിയോടും നിങ്ങൾക്കൊരു ഡെഡിക്കേഷൻ ഉണ്ട് എന്ന കാര്യം മനസ്സിൽ വയ്ക്കുക കേട്ടോ. അപ്പോൾ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ലിയോ, ഏരീസ്, Aquarius, Aries, Pisces, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Leo, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Libra, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Aries, Aquarius, Libra, Gemini, Pisces, Aquarius, Taurus, Virgo, Capricorn, Gemini, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Aquarius, Libra, Gemini,
Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Virgo, Pisces, Taurus, Virgo, Capricorn. Ini Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aquarius, Libra, Gemini. Aries, Leo, Sagittarius, Taurus, Virgo, Capricorn. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതോടെ റീഡിംഗിൽ നിന്ന് നിർത്തുകയാണ്. അടുത്ത റീഡിംഗ് ആയിട്ട് വരാം. ബൈ ബൈ.